أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സദഖല്ലാഹുൽ അലിയുൽ അദീം. പരിശുദ്ധമാക്കപ്പെട്ട വ്രതാനുഷ്ഠാനം. നാം വ്രതമെടുക്കുന്നത് പട്ടിണി കിടക്കാൻ വേണ്ടിയല്ല, ദാഹിക്കാൻ വേണ്ടിയല്ല, ക്ഷീണിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ നമ്മളെ പട്ടിണി കിടത്തിച്ചിട്ട് പടച്ചവനൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് പടച്ചവൻ എന്ത് കിട്ടാനാണ്? നമ്മൾ ഇങ്ങനെ ദാഹിച്ചിരിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് എന്ത് നേടാനാണ്? അള്ളാഹുവിനൊന്നും നേടാനില്ല അതിൽ. റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ വറുബ്ബ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ലൽ സഹർ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ നോമ്പുകാരുണ്ട്, അവരുടെ നോമ്പിലൂടെ വിശപ്പ് സംഭവിക്കുന്നുണ്ട്, അവർ വിശപ്പ് പട്ടിണി കിടക്കുന്നുണ്ട്. എത്രയോ രാത്രി നിന്ന് നമസ്കരിക്കുന്ന ആളുകളുണ്ട്, അവരുടെ രാത്രി നമസ്കാരത്തിലൂടെ അവർ ഉറക്കമുളയ്ക്കുന്നുണ്ട് എന്നത് കവിഞ്ഞാൽ നോമ്പിലൂടെ ലഭിക്കേണ്ട ആർജിക്കേണ്ട ആത്മീയത കരസ്ഥമാക്കുന്നില്ല. രാത്രി നമസ്കാരത്തിലൂടെ നാം ആർജിക്കേണ്ട മേന്മയും നന്മയും നമുക്ക് സ്വയത്തമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതൊരു ഇബാദത്തായിട്ട് പരിഗണിക്കാൻ സാധിക്കുകയില്ല. വെറും ഒരു പട്ടിണി കിടക്കലാണ്, വെറുതെ അങ്ങ് നിൽക്കലാണ്, ഒരു വ്യായാമമാണ്. അത്രയേ ഉള്ളൂ അതിന് പ്രാധാന്യം. അപ്പൊ നോമ്പെടുക്കുന്നതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ വ്രതാനുഷ്ഠാനത്തെ അല്ലാഹു നിർബന്ധമാക്കി. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ അല്ലാഹു ഈ വ്രതത്തെ നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിന്? പട്ടിണി കിടക്കാനല്ല, ദാഹിച്ചു വലഞ്ഞ അവശനാകാനല്ല, പിന്നെയോ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നവരായി തീരുവാൻ വേണ്ടി. അപ്പൊ തഖ്വയുടെ ഒരു പരിശീലന കളരിയിലാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഉള്ളത്. തഖ്വ പരിശീലിക്കണം. എന്താണ് തഖ്വ? ആരാണ് മുത്തഖി? മുത്തഖി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം, നല്ല തൊപ്പി വെച്ച, അല്ലെങ്കിൽ ദാടി വെച്ച, അല്ലെങ്കിൽ നല്ല വലിയ തലപ്പാവുള്ള, നിര്യാണിക്ക് മീതെ വസ്ത്രമുള്ള, അല്ലെങ്കിൽ നിസ്കാരത്തഴമ്പ് നെറ്റിയിലുള്ള, തസ്ബീഹ് പിടിച്ചു നടക്കുന്ന, ഇതൊക്കെ ഒരു തഖ്വയുടെ ലക്ഷണങ്ങളാണ്. ഒരു മനുഷ്യൻ മുത്തഖിയാണ് എന്നതിന്റെ നാം തിരിച്ചറിയുന്ന ചില അടയാളങ്ങൾ മാത്രമാണ്. പക്ഷെ തഖ്വ എന്താണ്? തഖ്വ എന്താണ്? കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ശീലങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ശീലങ്ങൾ ഉണ്ടായിരുന്നു? ഒന്നുകിൽ നല്ല ശീലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മോശമായ ശീലങ്ങളായിരിക്കാം. ഉദാഹരണം, സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ആളുകള് നോമ്പിലൂടെ എന്ത് സംഭവിക്കുന്നു? പകൽ മുഴുവനും എത്ര സിഗരറ്റ് വലിച്ചിരുന്ന ആളുകളാ? സിഗരറ്റ് വലിക്കുന്നുണ്ടോ? ഇല്ല. നോമ്പ് ഒരു പരിശീലന കളരിയാകുന്നതിന്റെ ഒരു പ്രകടമായ ഒരു ഉദാഹരണമാണ്. നമുക്ക് പറ്റും ആ ശീലം ഉപേക്ഷിക്കാൻ എന്ന് നോമ്പിലൂടെ നമ്മൾ പഠിച്ചു. എന്നാൽ ഇഫ്താർ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അത് വലിക്കും. പകല് മുഴുവനും നമ്മൾ
റമദാന് മുമ്പ് വലിച്ചിരുന്നവർ, അത് ഉപയോഗിച്ചിരുന്നവർ, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരുന്നവർ റമദാനായപ്പോൾ അത് മാറ്റിവെച്ചു. മോശമായ ഒരു ശീലം. അത് നിർത്താൻ നമുക്ക് സാധിക്കുമെന്ന് നോമ്പിലൂടെ നമ്മൾ മനസ്സിലാക്കി. കുറെ ചായ കുടിച്ച് ഒരു ദിവസം കഴിച്ചു കൂട്ടിയവർ ചിലപ്പോ ചായ കുടിക്കാൻ തന്നെ മറന്നുപോയി. ചായ കുടിക്കുന്നത് മോശമായ ശീലമായിട്ട് പറയുന്നതല്ല. നമുക്ക് നമ്മളിൽ അഡിക്ഷൻ സംഭവിച്ചിട്ടുള്ള പല ശീലങ്ങളും അത് മാറ്റാൻ കഴിയുമെന്ന് പകലിൽ നോമ്പെടുക്കുന്നതിലൂടെ നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ നമുക്ക് കഴിയില്ലെന്ന് നാം വിചാരിച്ചു. പക്ഷേ നാം രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങി. സുബഹിക്ക് മറ്റു സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ഒരു തിരക്ക് എല്ലാ മസ്ജിദുകളിലും കാണാൻ സാധിക്കും. നമുക്ക് മസ്ജിദിൽ വന്ന് സുബഹി നമസ്കരിക്കാൻ പറ്റും എന്ന് റമദാൻ നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ എന്താണ്? ഒരു പട്ടിണി കിടക്കലാണോ നോമ്പ്? ദാഹിച്ചിരിക്കലാണോ നോമ്പ്? അതൊന്നുമല്ല. ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ ശീലിച്ചിട്ടില്ലാത്ത പല ശീലങ്ങളും നാം ജീവിതത്തിൽ സ്വായത്തമാക്കി. ഇത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിലുടനീളം പുക വലി ഉപേക്ഷിക്കാൻ കഴിയണം. ഹറാമായ നോട്ടം ഉണ്ടായിരുന്ന ആളുകൾ, നിഷിദ്ധമായ സ്ഥലങ്ങളിലേക്ക് നോക്കിയിരുന്ന ആളുകൾ റമദാനായപ്പോൾ അത് നിയന്ത്രിച്ചു. നോമ്പുകാരനാണ് ഞാൻ നോമ്പുകാരനാണ്. നമുക്ക് റമദാൻ കഴിഞ്ഞാലും നമ്മുടെ കണ്ണുകളെ, ദൃഷ്ടികളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അതാണ് റമദാൻ തഖ്വയുടെ പരിശീലന കളരിയായി മാറുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഇരുന്ന് ചിന്തിച്ചാൽ, നോമ്പെടുത്തതിലൂടെ അറിയാതെ നമ്മളിൽ സംഭവിച്ച കുറെ ശീലങ്ങളുണ്ട്, കുറെ നന്മകളുണ്ട്. ഈ നന്മകൾ ജീവിതത്തിൽ അവസാനം വരെ നാം നിലനിർത്താൻ കഴിഞ്ഞാൽ ഈ നോമ്പിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന തഖ്വ നമ്മൾ കരസ്ഥമാക്കി. മോശമായ വാക്കുകൾ, അസഭ്യങ്ങൾ പറഞ്ഞിരുന്നവർ നോമ്പുകാലമായപ്പോൾ ഞാൻ നോമ്പുകാരനായതുകൊണ്ട് നിന്നെ ഒന്നും പറയുന്നില്ല എന്ന് പറയാറുണ്ട്. ഈമാൻ ഖൽബിലുള്ളതുകൊണ്ട് പറയുന്നതാ. ജീവിതത്തിലുടനീളം നമ്മുടെ നാവുകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് എന്തെല്ലാം നന്മകളാണ് നാം പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇതാണ്. കേവലം തഖ്വ വേഷവിധാനങ്ങളിലല്ല. വേഷവിധാനങ്ങൾ ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ തഖ്വയെ കാണിക്കും. പക്ഷെ ആ വേഷവിധാനങ്ങൾക്കപ്പുറം ജീവിതത്തിലുടനീളം പുലർത്തുന്ന മൂല്യങ്ങളുടെ പേരാണ് തഖ്വ. അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ സമർപ്പണത്തിന്റെ പേരാണ് തഖ്വ. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിന്റെ പേരാണ് തഖ്വ. അതാണ് തഖ്വ. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. രണ്ട് കാര്യങ്ങൾ: അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കൽ, രണ്ട് അള്ളാഹുവിന്റെ വിലക്കുകൾ ജീവിതത്തിൽ ഉപേക്ഷിക്കൽ. അള്ളാഹു അരുത് എന്ന് പറഞ്ഞ കാര്യം ജീവിതത്തിൽ നിന്ന് നാം ഒഴിവാക്കണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നാം ചെയ്യണം. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്. അതല്ലാതെ നാം മനസ്സിലാക്കിയിരിക്കുന്നത് കേവലമായ ചില അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും നമ്മൾ 5 നേരം നിസ്കരിച്ചാൽ നാം മുത്തഖിയായി കഴിഞ്ഞില്ല. തറാവി നിസ്കരിച്ചാൽ മുത്തഖിയായി കഴിഞ്ഞില്ല. നോമ്പെടുത്താൽ നാം മുത്തഖിയായി കഴിഞ്ഞില്ല. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്ന ആളാണ്, മുത്തഖിയായി കഴിഞ്ഞില്ല. എല്ലാ റമദാനും അവസാനത്തെ 10 ഹറമിൽ ഉംറയ്ക്ക് ഇരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എല്ലാ വർഷവും കുറെ അധികം ഉംറ ചെയ്യുന്ന ആളാണ്. തഖ്വയുടെ അതിർവരമ്പുകളെ നാം ഇങ്ങനെ ചില അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തി. ഇതെല്ലാം നന്മകളാണ്. പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ തഖ്വ പൂർത്തീകരിക്കപ്പെടുകയില്ല. കച്ചവടക്കാരൻ തന്റെ കച്ചവടത്തിൽ തഖ്വയുണ്ടാകണം. കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തഖ്വയുണ്ടാകണം. അയൽവാസികളോടുള്ള പെരുമാറ്റത്തിൽ തഖ്വയുണ്ടാകണം. ഒരു കച്ചവടക്കാരനാണ് 299 റുപ്പികയുടെ സാധനം
ചൈനയിൽ നിന്ന് ഇറക്കിയിട്ട് 2000 റുപ്പിക വിലയിട്ട് ജപ്പാനീസിന്റെ സ്റ്റിക്കറും ഒട്ടിച്ച് കച്ചവടം ചെയ്യൽ തഖ്വയ്ക്കെതിരാണ്. നമ്മൾ തഖ്വയായി മുത്തഖിയായി മാറുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ സത്യസന്ധത അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുമ്പോഴാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വിജനമായ സ്ഥലത്ത് ആടിനെ മേച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആട്ടിടയനെ കണ്ടു. ആ ആട്ടിടയനോട് പരീക്ഷണാർത്ഥം ചോദിച്ചു, ഇത്രയും ആടില്ലേ നിന്റെ കയ്യില്? അതിൽ നിന്ന് ഒരാട് നീ എനിക്ക് തരിക, ഞാൻ നിനക്ക് പൈസ തരാം. അപ്പോ ആ ആട്ടിടയൻ, സാധുവായ ആ ആട്ടിടയൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറഞ്ഞു, ഞാൻ എന്റെ യജമാനൻ അറിയാതെ ഈ ഒരു ആട് നിങ്ങൾക്ക് തരികയില്ല. അപ്പോൾ ആ ആട്ടിടയനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചോദിച്ചു, ആ ആട് നീ ഇത്രയും ആട്ടിൽ നിന്നും ഒരു ആട് നീ എനിക്ക് തന്നാൽ നിനക്ക് പൈസ കിട്ടും. നീ യജമാനനോട് ഒരു നുണ പറഞ്ഞാൽ മതി, അതിനെ ചെന്നായി പിടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. ആ ആട്ടിടയനായ മനുഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിച്ചു, ശരി, എന്റെ യജമാനന്റെ കണ്ണും കാതും പൊത്താം, പക്ഷെ ആ യജമാനനെയും സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കാഴ്ചകളെ മറച്ചു പിടിക്കാൻ എനിക്കോ താങ്കൾക്കോ സാധിക്കുമോ? ഇതാണ് തഖ്വ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അമിതമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വെച്ച് മഹത്വവൽക്കരിച്ചു. ആ മനുഷ്യൻ സ്വർഗത്തിലാണ് എന്നുറപ്പിച്ചു. ബാഹ്യമായ ആ മനുഷ്യൻ നല്ല നിസ്കാരക്കാരനാ, നോമ്പെടുക്കുന്ന ആളാ, നല്ല നന്മകളൊക്കെ ചെയ്യുന്ന ആളാ. ബാഹ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ ആ മനുഷ്യൻ നല്ലവനാണ്, സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞല്ലോ, എന്തടിസ്ഥാനത്തിലാണ് നീ പറഞ്ഞത്? നീ ആ മനുഷ്യനോടൊപ്പം എപ്പോഴെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ മനുഷ്യനുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ഇടപാട് നടത്തിയിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരുന്ന ചില സന്ദർഭങ്ങളാണ് അതൊക്കെ. ഒരു മനുഷ്യനുമായി ദീർഘദൂരം നമ്മൾ യാത്ര ചെയ്യുമ്പോ ആ മനുഷ്യന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു മനുഷ്യനുമായി നാം സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ആ മനുഷ്യന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. പൈസ, സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നു, ആ ഒരാൾക്ക് നിശ്ചിത തുക കടം കൊടുക്കുന്നു, അത് മേടിച്ചവൻ ആ പോക്ക് പോയി, പിന്നെ അത് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. അല്ലെങ്കിൽ ഒരു കടമിടപാട്, ഒരാൾ കടം കൊടുത്തു, ആരാണോ തന്നിൽ നിന്ന് കടം വാങ്ങിച്ചു കൊണ്ടുപോയത് അവനെ നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു മനുഷ്യന്റെ സ്വഭാവം വ്യക്തമാക്കാൻ കഴിയുന്ന പല സന്ദർഭങ്ങളും ഉണ്ടല്ലോ. നീ ചെയ്തിട്ടാണോ? നിനക്ക് എന്തറിയാം ഒരു മനുഷ്യനെ കുറിച്ച്? അപ്പൊ ഒരു മനുഷ്യനെ നാം നിർണയിക്കേണ്ടത് ബാഹ്യമായ അവന്റെ വേഷഭൂഷാദികൾക്കപ്പുറം ജീവിതത്തിലുടനീളം നമ്മളുമായി ലയിച്ചു ചേർന്ന ഒരു തഖ്വ എന്ന് പറയുന്ന ഒരു നമ്മളെ മുന്നിലേക്ക് നയിക്കുന്ന ഒരു ഘടകം, സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചു തന്നു. മുള്ളുകൾ നിറഞ്ഞ ഒരു പ്രദേശത്ത് ഒരാൾ നടന്നു പോകുന്നു. അതിന്റെ താഴ്ഭാഗത്ത് വലിയ ഒരു ജലാശയമുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ആ മനുഷ്യൻ അതിന്റെ ഉള്ളിലേക്ക് വീഴും. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ആ മുള്ളുകൾ തന്റെ വസ്ത്രത്തിൽ തറയ്ക്കും. ഇവിടെ അവൻ എത്ര സൂക്ഷ്മതയോടുകൂടി തന്റെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമോ, വസ്ത്രം കൂട്ടിപ്പിടിച്ച് വീഴാതെ കാലുകൾ എടുത്തു വെച്ച് എത്ര ശ്രദ്ധയോടെ ജാഗ്രതയോടെ നടക്കുമോ, അതിന് പറയുന്ന പേരാണ് തഖ്വ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് അവൻ വിലക്കിയ കുഴികളിൽ ചാടാതെ വീഴാതെ പൈശാചികമായ ശർറുകളിൽ നിന്ന് നമ്മുടെ ഖൽബിനെ കൂട്ടിപ്പിടിച്ച്
യാത്ര ചെയ്യുന്ന ഒരു ഭൗതികമായ ദുനിയവിയായ യാത്രയാണ് തഖ്വ. ആ തഖ്വ നാം ആർജിക്കുന്നു പരിശുദ്ധമായ റമദാനിലൂടെ. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടി, തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടി. അപ്പൊ നോമ്പെടുക്കുന്നത് പട്ടിണി കിടക്കാനല്ല, നോമ്പെടുക്കുന്നത് ദാഹിച്ചവശനാകാനല്ല. അങ്ങനെ നിങ്ങൾ പട്ടിണി കിടന്നിട്ട് പടച്ചവനൊന്നും കിട്ടാനില്ല. നമ്മുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ, നല്ല നന്മകൾ നിരവധിയായി നമുക്ക് സ്വയത്തമാക്കാൻ വ്രതാനുഷ്ഠാനത്തിലൂടെ സാധിക്കും. പട്ടിണി കിടക്കുന്ന മനുഷ്യരെ നാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ചു കഴിയുന്ന മനുഷ്യർ, ഒരു ഉരുള ഭക്ഷണത്തിന് വകുപ്പില്ലാത്ത മനുഷ്യർ നാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ നാം അനുഭവിച്ചിട്ടുണ്ടോ? നാം അനുഭവിക്കുന്നു റമദാനിലൂടെ. നാം അനുഭവിക്കുകയാണ് റമദാൻ. എന്ത്? ആ വിശപ്പ് നാം കാണുകയല്ല, കേൾക്കുകയല്ല, പിന്നെ നാം അനുഭവിക്കുന്നു. ശുദ്ധജലം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന എത്ര പ്രദേശങ്ങൾ, ചൂടുള്ള പ്രദേശങ്ങൾ, ദാഹിച്ചു കഴിയുന്ന മനുഷ്യർ, ഒരു ഇറക്ക ജലം ഉള്ളിലേക്ക് ചെന്നാൽ ആശ്വാസമാകുന്ന മനുഷ്യർ. നാം ഈ ചൂട് കാലഘട്ടത്തിൽ നാം ദാഹത്തിൽ നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിന്റെ മൂല്യം നമുക്ക് തിരിച്ചറിയുന്നു, നാം മനസ്സിലാക്കുന്നു. അങ്ങനെ എത്ര നന്മകൾ ആർജിക്കുവാനുള്ള തഖ്വയുടെ ഒരു പരിശീലന കളറിയാണ് പരിശുദ്ധമായ റമദാൻ. മലക്കുകളെക്കാളും മുകളിലേക്ക് മനുഷ്യന് വളരാൻ കഴിയുന്ന നന്മയാണ് പരിശുദ്ധമായ റമദാനിലൂടെ നാം ആർജിക്കുക. ഇമാം കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റക്കബല്ലാഹു ഫിൽ മലായികതി അൽ അഖ്ല ബിലാ ശഹവത്തിൻ. അല്ലാഹു മലക്കുകളെ ക്രമീകരിച്ചിരിക്കുന്നു വികാര വിചാരങ്ങളില്ലാതെ ബുദ്ധി നൽകപ്പെട്ടവരായ നിലയിൽ. ബുദ്ധിയുണ്ടവർക്ക്, പക്ഷേ വികാര വിചാരങ്ങളില്ല. അതുകൊണ്ട് ദാഹിക്കൂല, വിശക്കൂല, അവർക്ക് വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ല. നിസ്കാരത്തിലായി അങ്ങനെ നിന്നാ മതി പടച്ചവന്റെ മുമ്പിൽ, ദിക്റിലായി അങ്ങ് കഴിഞ്ഞുകൂടിയാൽ മതി, തവാഫിലായി അങ്ങ് നിന്നാൽ മതി. അള്ളാഹു പറയുന്നത് എന്തോ അതനുസരിക്കാനുള്ള ഒരു ഘടനയിലാണ് അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചത്. വികാര വിചാരങ്ങളില്ല. എന്നാൽ നാൽക്കാലികളെ അള്ളാഹു സൃഷ്ടിച്ചു. ബുദ്ധിയില്ല, പക്ഷെ വികാര വിചാരങ്ങൾ നാൽക്കാലികൾക്കുണ്ട്. ഒരു മാർക്കറ്റിലേക്ക് ഒരു പോത്ത് ഇടിച്ചു കയറി കട നശിപ്പിച്ചു. നമ്മൾ ആ പോത്തിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് കേസെടുക്കണമെന്ന് പറയില്ല. കാരണം എന്തുകൊണ്ട്? ആ പോത്തിന് ബുദ്ധിയില്ലാത്തതുകൊണ്ട്. പക്ഷെ വികാര വിചാരങ്ങളുണ്ട്. അപ്പോൾ എന്താണോ തോന്നുന്നത് അത് ചെയ്യാൻ പറ്റും. വികാര വിചാരങ്ങളുണ്ട്. അത് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, മറ്റ് ആവശ്യങ്ങൾ അതിനുണ്ട്. പക്ഷേ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു തആല ബുദ്ധിയും നൽകി, വികാര വിചാരവും നൽകി. ഇതാണ് വ്യത്യാസം. വികാര വിചാരങ്ങളും ബുദ്ധിയും അല്ലാഹു തആല മനുഷ്യന് കൊടുത്തു. മനുഷ്യന് ബുദ്ധിയുണ്ട്. മനുഷ്യൻ ഭക്ഷണം വിശക്കും, ദാഹിക്കും, അവന് മറ്റു പല ആവശ്യങ്ങളുമുണ്ട്. ഇതെല്ലാം അവൻ നിർവഹിക്കുന്ന കൂട്ടത്തിൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കണം. അവന്റെ അഖൽ, അവന്റെ ബുദ്ധി അവൻ ഉപയോഗിക്കണം. അവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ അവന്റെ ജീവിതത്തിലുടനീളം പാലിക്കണം. അവൻ സത്യം പറയണം, കളവ് പറയാൻ പാടില്ല. സത്യം പറയണം, കളവ് പറയാൻ പാടില്ല. മനുഷ്യരോട് മോശമായി പെരുമാറാൻ പാടില്ല, നന്നായിട്ട് പെരുമാറണം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം പാലിക്കപ്പെടണം. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ ബുദ്ധി തന്റെ വികാര വിചാരങ്ങളെ തോൽപ്പിച്ചോ, അദ്ദേഹം പറയുകയാണ്, വമൻ ഖലബ അഖ്ലുഹു ശഹവതഹു, ആരുടെ ബുദ്ധി വികാര വിചാരങ്ങളെ തോൽപ്പിച്ചോ അവൻ മലക്കുകളെക്കാളും ഉയരാൻ സാധിക്കും. മനുഷ്യർക്ക്
ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാളും മേലെ എത്താൻ സാധിക്കും. കാരണം നമ്മൾ പടച്ചവനെ അനുസരിക്കുന്നത് ഈ ഒരു അവസ്ഥകളിൽ നിന്നാണ്, ഈ ആവശ്യങ്ങളിൽ നിന്നാണ്, ഈ സാഹചര്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് മനുഷ്യൻ സുഖം കണ്ടെത്തുന്നത് എവിടെയാണ്? എന്തെല്ലാം അക്രമങ്ങൾ മനുഷ്യരിൽ നടമാടുന്നു. ഇതിന്റെയൊക്കെ കാരണം ഈ ഭൗതികവാദമാണ്. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കൂ എന്ന് പറയുന്നതിൽ നിന്ന് കെട്ടിയിടണം. ആ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. തഖ്വയാണ്. ഡ്രഗ്സും ഡ്രിങ്ക്സും വയലൻസും സെക്സും ഇതൊക്കെ ഇഷ്ടമുള്ളതുപോലെ യഥേഷ്ടം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമായ റമദാൻ നമ്മളെ പര്യാപ്തരാക്കുന്നു. അങ്ങനെ ഇഷ്ടമുള്ളതുപോലെയുള്ള കളി കളിക്കാൻ, മൃഗങ്ങളുടെ കളി കളിക്കാൻ മനുഷ്യ മുസ്ലിമേ നിനക്ക് അവകാശമില്ല. നീ പഠിക്കണം റമദാനിലൂടെ തഖ്വ എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് എന്ന്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിർദ്ദേശിച്ച കൽപ്പനകൾ പാലിക്കുക. ഇതാണ് തഖ്വയുടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. നമുക്ക് ഒരു പക്ഷേ അല്ലാഹു കൽപ്പിച്ചത് ചെയ്യാൻ പറ്റും, പക്ഷെ വിലക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കല പ്രയാസം. പക്ഷെ അത് കുറച്ചേ ഉള്ളൂ. ഹലാലാണ് കൂടുതൽ, അള്ളാഹു അനുവദിച്ചതാണ് കൂടുതൽ, ഹറാമ് കുറച്ചേ ഉള്ളൂ. ഏതുപോലെ ആദം നബി അലൈഹിസ്സലാമിനോട് സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനോട് പറഞ്ഞു, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത ഫകുലാ മിൻഹാ റഗദൻ ഹൈഥു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി അശ്ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. അല്ലയോ ആദമേ, നീയും നിന്റെ ഇണയും ഈ സ്വർഗ്ഗത്തിൽ കഴിഞ്ഞുകൂടിക്കൊള്ളുക. ഫകുലാ മിൻഹാ റഗദൻ ഹൈഥു ശിഅ്തുമാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്രയാണോ അത്രയും സുഭിക്ഷമായി നിങ്ങൾ കഴിച്ചുകൊള്ളുക. പക്ഷേ വലാ തഖറബാ ഹാദിഹി അശ്ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ, പക്ഷേ ഈ വൃക്ഷത്തോട് നിങ്ങൾ രണ്ടുപേരും അടുക്കുക പോലും ചെയ്യരുത്. ഈ വൃക്ഷത്തോട് നിങ്ങൾ രണ്ടുപേരും അടുക്കരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, എങ്കിൽ നിങ്ങൾ അക്രമം ചെയ്തവരായി തീരും. അപ്പൊ ഒരു ഹറാമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഹലാലാണ്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആദം അലൈഹിസ്സലാമിന് മുമ്പിൽ ഹറാം ഒരൊറ്റ ഹറാമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഹലാലാണ്. പക്ഷെ ആ ഹറാമ് ചെയ്താൽ ആ വൃക്ഷത്തിന് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, അള്ളാന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത്രേ ഉള്ളൂ നമ്മുടെ ഉത്തരം. പന്നിമാംസം മുസ്ലിമീങ്ങളോട് കഴിക്കരുത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നല്ല വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഫാമിൽ ആ വളർത്തപ്പെടുന്ന വേസ്റ്റ് ഒന്നും കഴിക്കാതെ വളരുന്ന പന്നിയുടെ മാംസം കഴിച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. കാരണം എന്താ? അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹു നിങ്ങൾക്ക് പന്നി മാംസം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതാണ് അതിന്റെ ഉത്തരം. അതാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്റെ താല്പര്യങ്ങളെ, തന്റെ യുക്തിയെ, തന്റെ ചിന്തയെ അള്ളാഹുവെ കീഴ്പ്പെടുത്തുമ്പോഴാണ് അവൻ മുസ്ലിം ആകുന്നത്. ആദം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, ആദം ഈ വൃക്ഷത്തോട് അടുക്കരുത്. എന്തിനാണ്? അത് അള്ളാഹു ആദമിനെ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ്. ആ നിയന്ത്രണം ആദം അലൈഹിസ്സലാമും ഹവ്വയും പാലിക്കണം എന്നതുപോലെ ഭൂമിയിൽ നാം മനുഷ്യരോട് പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ അല്പം ഹറാമുകളെ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഹലാല. മുസ്ലിമീങ്ങളെക്കാളും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നവരിന്ന് ദുനിയാവിൽ ആരാണ്? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നവർ നമ്മളല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി തന്നിരിക്കുകയാണ്. ഹലാലാണ് കൂടുതൽ, പക്ഷെ ഹറാം കുറച്ചേ ഉള്ളൂ. പക്ഷെ ആ കുറച്ച് ഹറാം പാലിക്കാൻ സാധിക്കണം. ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്. ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്. നീ ഹറാമുകൾ സൂക്ഷിക്കൂ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറും. ഹറാമുകൾ സൂക്ഷിക്കുക, കളവ് പറയാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, ആളുകളെ പറ്റിക്കാതിരിക്കുക, ജീവിതത്തിലെ കടമകൾ പാലിക്കുക, അത് ലംഘിക്കാതിരിക്കുക, വാക്കു പറഞ്ഞാൽ വാക്കു പാലിക്കുക, നന്മകൾ പ്രവർത്തിക്കുന്നതോടൊപ്പം
തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. ഇത് ആർജിക്കാനാണ് പരിശുദ്ധമായ റമദാനിൽ നാം ഈ വ്രതമെടുക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ഈ വ്രതത്തിലൂടെ ഉള്ള ഉദ്ദേശം വെറും പട്ടിണി കിടക്കലാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ റബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ വറബ്ബ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ലസ് സഹർ. എത്രയോ വ്രതമെടുക്കുന്നവർ ആ വ്രതത്തിലൂടെ പട്ടിണി മാത്രം. വറബ്ബ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ലസ് സഹർ. രാത്രി നിന്ന് നമസ്കരിക്കുന്നു, പക്ഷേ ആ രാത്രി നിന്ന് നമസ്കാരത്തിലൂടെ ഉറക്കമുളയ്ക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിന്റെ ആത്മീയതയിലേക്ക് നമുക്കെത്താൻ സാധിക്കുന്നില്ല. എങ്കിൽ ഈ റമദാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറിയപ്പോൾ ആദ്യത്തെ പടിയിൽ പ്രവാചകൻ കാലുവെക്കുന്നു, ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പടിയിൽ പ്രവാചകൻ കാലുവെച്ചു, അപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പടിയിലും കാലുവെച്ചു, അപ്പോഴും പ്രവാചകൻ ആമീൻ എന്ന് പറഞ്ഞു. ആരും പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് പ്രവാചകൻ ആമീൻ എന്ന് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബികൾ സംശയമാരാഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം 3 പ്രാർത്ഥന നടത്തി. ആ 3 പ്രാർത്ഥനയിൽ ഓരോ പ്രാർത്ഥനയ്ക്കുമുള്ള ആമീനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ ഓരോ പടികളിൽ നിർവഹിച്ചത്. അതിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു. ആരൊരാൾ അവന് റമളാൻ ലഭിക്കുകയും അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവോ അവന് നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം ആ നിർവഹിച്ച ദുആക്ക് ലോകൈക ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ റമദാൻ നമുക്ക് അവസരമാണ്. അത് പട്ടിണി കിടക്കാനുള്ള അവസരമല്ല. നല്ല തടിച്ച മനുഷ്യർക്ക് ശരീരഭാരം കുറയ്ക്കാനുള്ള അവസരമല്ല. പിന്നെ കുറെ രോഗങ്ങൾ ഉണ്ടായിരുന്നവരുടെ രോഗം മാറാനുള്ള അവസരമല്ല, മറിച്ച് അല്ലാഹുമായി ബന്ധം സ്ഥാപിക്കാനുള്ള അവസരമാണ്. തഖ്വയുടെ ഒരു പരിശീലന കളരിയാണ്. നാം അല്ലാഹുവിന്റെ ഇഷ്ടങ്ങളെ മാനിച്ച് നമ്മുടെ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ച് പല നല്ല ശീലങ്ങൾക്കും തുടക്കം കുറിച്ചെങ്കിൽ, പല നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വയത്തമാക്കിയെങ്കിൽ, അത് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നിലനിർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആരാധനയാണ് വ്രതാനുഷ്ഠാനം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാലിഹീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിലൂടെ നമ്മളോട് എന്തെല്ലാം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ മുഴുവൻ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഓരോ റമദാനും ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ റമദാൻ ആയേക്കുമോ എന്ന ആശങ്കയോടെ എനിക്കും നിങ്ങൾക്കും ഈ റമദാനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അത്തരത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കണം. നോമ്പും തറാവീഹും സദഖയും അതുപോലെ തന്നെ എന്തെല്ലാം ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളും എന്തെല്ലാം നന്മയുടെ വിഭാഗങ്ങളുണ്ടോ ആ വിഭാഗങ്ങളെല്ലാം സാധുക്കളെ ചേർത്ത് പിടിക്കലും ഇതെല്ലാം നമുക്ക് പരിശുദ്ധമായ റമദാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മുഴുവൻ നന്മകളിലും നമ്മുടെ ഒരു പങ്കാളിത്തം നാം ആഗ്രഹിക്കണം. നമ്മുടെ ഒരു പങ്കാളിത്തം, നമ്മളാൽ കഴിയുന്ന ഒരു പങ്കാളിത്തം, അത് ശാരീരികമായ പങ്കാളിത്തമാകാം, സാമ്പത്തികമായ പങ്കാളിത്തമാകാം, അല്ലെങ്കിൽ ആ നന്മകൾ നിലനിൽക്കാൻ വേണ്ടിയുള്ള ദുആയും ആ നന്മകളിൽ പങ്കാളിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ, ഖൈറു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇഫ്താറുമായി ബന്ധപ്പെട്ട്